കേരളത്തെ ആഗോള നൈപുണ്യ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഗ്ലോബൽ സമ്മിറ്റിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുകയാണ്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ ടി.എം. തോമസ് ഐസക് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സമ്മിറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഗ്ലോബൽ എംപ്ലോയേഴ്സ്, അതുപോലെ തന്നെ സ്കിൽ മെൻറ്റേഴ്സ്, നമ്മുടെ നാട്ടിലെ കോളേജുകൾ, നയകർത്താക്കൾ, ഇവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള സംരംഭമാണ്. ഷോർട്ട് ടൈം ലക്ഷ്യം വളരെ കൃത്യമാണ്. 1,00,000 തൊഴിലുകളെങ്കിലും ഈ വർഷം അവസാന വർഷം പഠിക്കുന്ന കേരളത്തിലെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കണം. അപ്പോൾ ആ ജോലികളെ സംബന്ധിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ വെച്ച് ഒപ്പുവെക്കും. ഇതിന് ശേഷവും ചർച്ചകൾ തുടരും. കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും എനിക്ക് ഈ ജോലി ഇഷ്ടമായി, അതിന് ഞാൻ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അതിനെന്ത് കോഴ്സ് പഠിക്കണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. പഠിപ്പിക്കുന്നതിന് മെൻറ്റർമാരായിട്ട് ഓൺലൈനായിട്ട് ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രൊഫഷണൽസിനെ നമ്മൾ ലഭ്യമാക്കും. അങ്ങനെ 1,00,000 കുട്ടികൾക്കെങ്കിലും വർഷം അവസാനിക്കുമ്പോൾ ജോലി കൊടുക്കണം. അതിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ വെച്ച് 1,00,000 തൊഴിലിനുള്ള മെൻറ്റർഷിപ്പ്, ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിലും സൈൻ ചെയ്യുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലൊരു സ്കിൽ ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീണ്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഗ്ലോബൽ പ്ലെയേഴ്സുമായിട്ട്. ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത്രയും വലിയൊരു സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്? അതെ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റുകളാണ് കൂടുതൽ ജനങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത്. പക്ഷെ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സ്കില്ലിലും ഇന്നൊവേഷനിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത്ര 1,000 കോടി രൂപയുടെ നിക്ഷേപം വരും എന്നല്ല പറയാം, മറിച്ച് ഇത്ര തൊഴിലുകൾക്കുള്ള സൈൻ ചെയ്തു എന്നായിരിക്കും നിങ്ങൾ പറയാം. കുട്ടികൾക്ക് വലിയൊരു അവസരം കിട്ടുന്നതിലുപരി ഇവിടുത്തെ കുട്ടികളുടെ ഒരു സ്കില്ല്, അവരുടെ ഒരു നൈപുണ്യ ലോകം അറിയാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. യെസ്, നമ്മൾ കുട്ടികൾ അത്രക്കായിട്ടില്ല, നമ്മൾ അങ്ങോട്ട് എത്തണം. സ്കിൽ ഹബ്ബായിട്ട് കേരളം മാറ്റിയെടുക്കണം. അതിന് നമ്മൾ ഈ വർഷം തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ തുടക്കം നമ്മൾ ചെയ്യാൻ പോണത് തിരഞ്ഞെടുത്ത ജോലികൾക്ക് വേണ്ടിയുള്ള സ്കിൽ പരിശീലനമാണ്. പക്ഷെ അങ്ങനെയല്ല ഭാവി പോകാൻ പോകുന്നത്. ആഗോളമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്കിൽ പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ചെയ്യാം. എത്രത്തോളം കമ്പനികൾ അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കാൻ പോകുന്നുണ്ട്? അതിൻ്റെ ഒരു 150 കമ്പനികളെങ്കിലും അവരുടെ HR മാനേജേഴ്സ് ഇതിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിലുപരി ഫിക്കി, CII ഇങ്ങനെയുള്ള ഏജൻസികളും എത്തിച്ചേരും. എനിക്ക് തോന്നുന്നു കുട്ടികൾ നേരിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഓൺലൈനായിട്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ടല്ലേ? ഒരു ആർക്ക് വേണമെങ്കിലും ഇത് ഓൺലൈനിൽ പങ്കെടുക്കാം. 1,00,000 പേരെങ്കിലും ഓൺലൈനായിട്ട് ഇത് ലോകത്തെമ്പാടൊന്നും വീക്ഷിക്കുമെന്ന് കരുതുകയാണ്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ സ്കിൽ വികസിപ്പിച്ച് അവരുടെ കഴിവ് പുറം ലോകത്തെ കൂടി അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാക്കി മാറ്റുകയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ PK സജീവനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.